പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും മലയാളി മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തി ഏകദേശം 100 കോടിയിൽ പരം കളക്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു മാർക്കോ. സിനിമയിൽ ഇത്തിരി വയലൻസ് അധികമായതുകൊണ്ട് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകി പുറത്തിറക്കിയ സിനിമയായിരുന്നു മാർക്കോ. എന്നാൽ മാർക്കോ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. കേരളത്തിലെ യുവതലമുറകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിൽ മാർക്കോ പോലുള്ള സിനിമകൾ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇപ്പോൾ ടെലിവിഷൻ ചർച്ചകൾ. ഈ ചർച്ചകളൊക്കെ സജീവമായി കൊണ്ടിരിക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കോ സിനിമ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ച ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് സിനിമയുടെ OTT പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് നടപടിയെന്നും മാർക്കോയ്ക്ക് തിയേറ്ററിൽ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ട എന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനമെന്നും വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നാണ് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ. ചിത്രം ഡിസംബർ 20-നാണ് കേരളത്തിൽ റിലീസിനെത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമെന്ന ടാഗ് ലൈനോടുകൂടി തിയേറ്ററിലെത്തിയ ചിത്രം 100 കോടിയിൽ പരം രൂപ കളക്ട് ചെയ്തിരുന്നു. ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ, കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി A സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയിരുന്നത്. എന്നാൽ അടുത്തിടെ സിനിമയ്ക്ക് എതിരെ മന്ത്രി ഗണേഷ് കുമാർ അടക്കം രംഗത്തെത്തിയിരുന്നു. ഇത്തരം സിനിമകൾക്ക് പ്രദർശനം അനുവദിച്ച സെൻസർ ബോർഡിനെയും മന്ത്രി വിമർശിച്ചിരുന്നു. ചോരത്തെറിപ്പിക്കുന്നതിനെ ഹരം പിടിപ്പിക്കും വിധം അവതരിപ്പിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു ഗണേഷ് കുമാറിൻ്റെ വിമർശനം. സിനിമാ മേഖലയിലെ നിരവധി താരങ്ങളും ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഇതിൻ്റെ മെറിറ്റിലേക്കും ഡീമെറിറ്റിലേക്കും മലയാളി മൂവി ന്യൂസ് പോകുന്നില്ല. സിനിമകൾ ആസ്വദിക്കാനുള്ളതാണ്, എൻ്റർടൈൻമെൻറ്റിനുള്ളതാണ്. അതൊരു സംവിധായകൻ പടച്ചുവിടുന്നതാണ്. അതിൽ അയാളുടെ സ്വാതന്ത്ര്യമുണ്ട്. ഏത് സിനിമ കാണണം വേണ്ടയും എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രേക്ഷകനുമുണ്ടെന്ന് മലയാളി മൂവി ന്യൂസ് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അതൊക്കെ ക്ഷമിച്ചൊന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ വളരെയേറെ നന്ദിയുള്ളവനായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.